രാവിലെ നമുക്ക് കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു. ഇനി ഉച്ചയ്ക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ് നല്ല കരിമീനും പൊളിച്ചത് ചിക്കൻ കറിയാണ്. ആസ്വദിച്ച് കഴിക്കാം. ഈ വെള്ളത്തിൻ്റെ ഈ നടുക്ക് വെച്ചുള്ള കഴിപ്പും പൊളിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. ഇന്ന് നമ്മൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ചില മനോഹരമായ കാഴ്ചകളാണ് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കാഴ്ചകൾ കാണുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ പങ്കുവെക്കുക. ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. സന്തോഷമായിട്ടിരിക്കുക. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ചാനലിലെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലപ്പുഴയിലെത്തി. ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഒരുപാട് ഹൗസ് ബോട്ട് കാണാം. ഇന്ന് ഹൗസ് ബോട്ടിലൊരു മീറ്റിംഗ് ഉണ്ട്. ഏകദേശം 100 പേര് അറ്റൻഡ് ചെയ്യുന്നൊരു മീറ്റിംഗാണ്. നമ്മളിപ്പം ഹൗസ് ബോട്ടിൽ കൂടെ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് നമ്മളിന്നിപ്പോൾ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ കാണുക, മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ പങ്കുവെക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ പ്രീപെയ്ഡ് കൗണ്ടർ. ഇവിടെ റേറ്റ് ഉണ്ട്. 1 ബെഡ്റൂം ബോട്ടിനാണെങ്കിൽ 7000 രൂപയാണ് 2 പേർക്കുള്ളത്. AC ആണ്. അതുപോലെ ഡേ ക്രൂയിസിന് 6000+ ആണ്. പിന്നെ 2 ബെഡ്റൂമിന് 10,500 ആണ്. അത് 4 പേർക്കുള്ളതാണ്. 3 ബെഡ്റൂമിന് 14,000 ആണ്. അത് 6 പാസഞ്ചർക്കാണ്. 4 ബെഡ്റൂമിന് 19,000, 8 പാസഞ്ചേഴ്സ്. 5 ബെഡ്റൂമിന് 24,000, 10 പാസഞ്ചേഴ്സ്. 6 ബെഡ്റൂമിന് 29,000, 7 ബെഡ്റൂമിന് 34,000, 14 പാസഞ്ചേഴ്സ്. എക്സ്ട്രാ ബെഡിൻ്റെ റേറ്റ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ സാറിനോട് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളോടൊപ്പം സുഗണൻ എന്ന് പറഞ്ഞ സാറാണുള്ളത്. അദ്ദേഹം ഒരു ഹൗസ് ബോട്ടിൻ്റെ ഓണറും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിനെ കുറിച്ചുള്ള അത്യാവശ്യം ഇൻഫർമേഷൻസ് ഇന്ന് ഈ സുഗണൻ സാറിനോട് നമുക്ക് കേൾക്കാം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ടൂറിസ്റ്റ് ആലപ്പുഴ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നേരത്തെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാർ പറഞ്ഞു തരും. മെയിനായിട്ട് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററാണ് ഇവിടെ. സാധാരണഗതിയിൽ വരുന്നവരാരും ഇവിടെ വന്ന് അപ്രോച്ച് ചെയ്യാറില്ല. ഇവിടെ കുറേ ബ്രോക്കർമാരുണ്ട്. അവരുടെ കയ്യിൽ വീതിട്ട് അവർ കൊണ്ടുപോയി വളച്ചൊടിച്ച് കയറ്റിവിടുന്നൊരു സമ്പ്രദായം ഇവിടെ ഉള്ളത് ഇപ്പോഴും നിലവിലിരിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ വെള്ളം ഈ 4 മഴ പെയ്താൽ ഉടൻ ഇവിടെ വെള്ളപ്പൊക്കറ്റാണ്. അതിനുള്ള പ്രധാന കാരണം ഒരു 10-20 വർഷമായിട്ട് കായലിലെ ചെളി നീക്കിയിട്ടില്ല. കായലിലെ ചെളി നീക്കാതെ വെള്ളത്തിന് ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഇല്ല. നമ്മളിപ്പോൾ ഒരു കുളം കുഴിച്ചാലും കുളത്തിൻ്റെ പാതി ഭാഗത്തോളം മണ്ണ് വന്ന് കഴിഞ്ഞാൽ ബാക്കി പിന്നെ വരുന്ന വെള്ളം പുറത്തോട്ട് ഒഴുകും. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-20 വർഷമായിട്ട് ഈ മണ്ണുമാരലൊക്കെ മണ്ണുമാരലിലെ നിരോധനം നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കായലിൽ ചെളി അടിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത വേനൽക്കാലം ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്ക് വള്ളങ്ങൾ ഓടാത്തൊരവസ്ഥ വരും. അതിന് മാത്രം എക്കൽ അടിഞ്ഞിരിക്കുകയാണ്. ആ എക്കൽ മാറ്റേണ്ടി വരും. ഒരു അത്യാവശ്യ കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ 2 ലിറ്റർ കൊള്ളുന്നൊരു 1 ലിറ്റർ കൊള്ളുന്നൊരു കുപ്പിക്കകത്ത് 1/2 ലിറ്റർ വരെ മണ്ണ് നിറഞ്ഞാൽ പിന്നെ 1 ലിറ്റർ വെള്ളം കൊള്ളാനോ ഒക്കത്തില്ലല്ലോ. സെയിമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ 2 മഴ പെയ്താലുടൻ തന്നെ ഈ കായലിൽ ജലം ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഇല്ല. വെള്ളം കരയോട്ട് കയറുകയാണ്. ഈ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു റീസൺ അത് തന്നെയാണ്. ഈ എക്കൽ നീക്കണം. എക്കൽ നീക്കിയിട്ട് കുട്ടനാട്ടിലുള്ള വണ്ടികളിൽ ഈ ശോഷിച്ച് കിടക്കുന്നതും അല്ലെങ്കിൽ നിർവീര്യമായിട്ടും അല്ലെങ്കിൽ വിലവില്ലാത്ത വണ്ടുകളൊക്കെ നികത്താനുള്ള ചെളിയും മണ്ണും ഈ കുട്ടനാട്ടിലെ കായലിൽ കിടപ്പുണ്ട്. അതാരും ഉപയോഗിക്കുന്നില്ല.
അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ടിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഗവൺമെൻറ് അത് ഇപ്പോഴത്തെ എക്സ്പെൻസും, അതായത് ഒരു ബോട്ടുകാരനുണ്ടാകുന്ന ചിലവും ആ ചിലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഇൻകവും എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു താരിഫ് കളക്ടർ ചെയർമാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മിനിമം താരിഫ്. ഈ താരിഫിൽ കുറഞ്ഞു ഓടിയാലൊന്നും ബോട്ടുകാർക്കൊന്നും കിട്ടത്തില്ല. കാര്യം സാധന വില ഇതിപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പുള്ള എന്താ റേറ്റാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സാധന വില അമിതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ഇന്ധന വില കൂടിയിട്ടുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യണം. ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ബുക്കിംഗ് ചെയ്യുവാണെങ്കിൽ എവിടെ നിന്ന് വേണം ചെയ്യാനൊക്കെ? ബുക്കിംഗ് ഇവിടെ ചെയ്യാം, DTPC ചെയ്യാം. DTPC ചെയ്താൽ വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് DTPCക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി ചെയ്യാം. നിനക്ക് കുറവായിരിക്കും DTPC വഴി ചെയ്യുന്നത്. DTPC വഴി ചെയ്യുന്നതുകൊണ്ട് ന്യായമായ നിരക്കിൽ നിങ്ങൾക്ക് ബോട്ട് ലഭിക്കും. ആ പോകുന്ന ബോട്ടിന് ഉത്തരവാദിത്തം DTPC ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ഏജൻസിയായിട്ട് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ബോട്ടുകൾക്ക് ഇപ്പോൾ 1600 ബോട്ടുകളുള്ള ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 10,900 ബോട്ടുകൾക്ക് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള രജിസ്ട്രേഷൻ ലൈസൻസ് ഉള്ളൂ. അല്ലാത്തുള്ള ബോട്ടുകളുണ്ട്. അതിൽ പോകുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണോ പറയുന്നത്? അവർക്ക് എന്തോ ഉത്തരവാദിത്വം ഇല്ല. പോകുന്ന ഗസ്റ്റിന് എന്ത് സാറ്റിസ്ഫാക്ടറി, എന്ത് സേഫ്റ്റിയാണുള്ളത്. ഓക്കെ, അപ്പം ഇപ്പോൾ എന്നെ കാണുന്ന പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ DTPCയുടെ സൈറ്റ് വഴി നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റുണ്ട്, ഗവൺമെൻറ് ടൂറിസത്തിനുണ്ട്, ഡിസ്ട്രിക്ട് ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിലുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരുപാട് പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട്, ട്രാവൽസ് ഉണ്ട്, ക്രൂസ് ഉണ്ട്, പല ഇതുവഴി നമ്മൾ ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്യുന്നവരാണ്. എന്നാൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അറിവുകൾ പങ്കുവെച്ച പ്രിയ സുഗണൻ സാറിനോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ കയറി ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മളിന്ന് ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഹൗസ് ബോട്ട് ആലപ്പുഴയുള്ള പോകുമ്പോഴുള്ള കാഴ്ചകളും അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇതിൻ്റെ അകത്ത് ബെഡ്റൂം സൗകര്യങ്ങളൊക്കെ. അപ്പം ഒരു അടിപൊളി ബെഡ്റൂമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ബെഡ്റൂമിൽ നിന്ന് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് ട്രിപ്പ് ഇവിടെ ആരംഭിച്ചു. അപ്പോൾ ഹൗസ് ബോട്ട് ട്രിപ്പിൽ നമുക്കിവിടെ ചിക്കൻ കറി ഉണ്ടല്ലേ, ചിക്കൻ കറി ഉണ്ട്. അതുപോലെ തന്നെ കരിമീൻ വറക്കാൻ വേണ്ടി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുക്കളയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. മനോഹരമായ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും കുടുംബമായിട്ട് നിങ്ങൾക്ക് ഡേ ടൂറും അതുപോലെ നൈറ്റും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ഒരു അനുഭവമായിരിക്കും ഹൗസ് ബോട്ടിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ. കാരണം മനോഹരമായ കാഴ്ചകളും വെള്ളത്തിലൂടെ ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റിയ നല്ല ഒരു അനുഭവമായിരിക്കും നിങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആലപ്പുഴയിലുള്ള ബോട്ട് യാത്രയിലാണ്. പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റേഴ്സാണ് ഈ ബോട്ടയിൽ. This is Nicky, Nine and John from Kadwatu. എങ്ങനെ ഉണ്ടായിരുന്നു ഊണൊക്കെ? ഊണ് അടിപൊളിയായിരുന്നു. കരിമീനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു. ഇറച്ചി ഉണ്ടായിരുന്നു. അടിപൊളി യാത്രയും അടിപൊളി ഊണുമൊക്കെയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഇവിടെ ഓരോരുത്തർ വയ്യാതിരിക്കുകയാണ്.
സൂപ്പർ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടിരിക്കുക. പൊളിയാണ്. നമ്മുടെ ചേട്ടൻ ഇവിടെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഹൗസ് ബോട്ടിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഹൗസ് ബോട്ടിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ഓണർ സതീഷ് പോൾ സാറുമായിട്ടാണ് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡോണായി ടൂറിസമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അഡോണായി ഹൗസ് ബോട്ടിലെ ഓണറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾ ഹൗസ് ബോട്ട് സംബന്ധമായിട്ടുള്ളോ ആലപ്പുഴ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നോ ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ആലപ്പുഴയിലോ അല്ലെങ്കിൽ ഓവർനൈറ്റ് സ്റ്റേ ഓൺ ഹൗസ് ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അഡോണായി ഹൗസ് ബോട്ട്സുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ സതീഷ് പോൾ സാറും അതുപോലെ അവരുടെ ടീമംഗങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. മനോഹരമായ ഒരു യാത്രയായിരുന്നു. അതുപോലെ തന്നെ നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് നന്നായി തീരും. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.